ഇപ്പൊ ഈ സിനിമയുടെ പേര് ശുക്രൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ചേട്ടന്റെ ലൈഫിൽ അതുപോലെ തന്നെ ശുക്രൻ ഉദിച്ചൊരു മൊമെന്റ് ഏതായിരുന്നു? ശുക്രൻ മലയാള സിനിമ വരാൻ പറ്റിയതന്നെ വലിയ ശുക്രൻ. എന്റെ ജാതകവശാൽ ഈ ശുക്രൻ ആയിട്ടില്ല. നമ്മൾ പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട് ശുക്രൻ ഉച്ചസ്ഥായിലായിരിക്കുമ്പോ നല്ല ലക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞു. ആ ശുക്രനും ഈ ശുക്രനും തമ്മിൽ എന്തെങ്കിലും ബന്ധം? ലൈറ്റ്നിങ് ബാൻഡ് റെയിൻബോ സ്വിംഗ് അത് മലയും കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് സിംഗിലാടി. ഒരു ജെന്റൽ ബ്രീസ് പോലെ മലയാള സിനിമയിലേക്ക് കയറി വന്ന ഒരു വ്യക്തിയാണ് ഇന്ന് എന്റെ കൂടെയുള്ളത്. ശുക്രൻ മൂവിയുടെ വിശേഷങ്ങളുമായി ചന്തുനാഥ് ചേട്ടൻ. ചേട്ടനെ പറ്റി ഓർക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഇമേജ്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് 18-ാം പടി റിലീസ് ആവുന്നത്. അപ്പൊ അതിലെ ആ ഒരു വെള്ള ജുബയും വെള്ള മുണ്ടും എടുത്ത് പിയാനയുടെ പുറകില് തിരിഞ്ഞിരിക്കുന്ന വ്യക്തി, അതാണ് ഇപ്പോഴും എന്റെ മനസ്സിലിരിക്കുന്ന ചേട്ടൻ. അത് മാത്രമല്ല, ആ ഒരു സമയത്ത് ഞങ്ങൾക്കൊക്കെ ചേട്ടൻ എന്ന് പറയുന്ന ഒരു ഹരമായിരുന്നു. ആ ഒരു പാട്ടൊക്കെ അത്രയും ഭയങ്കര പിള്ളേരുടെ ഇടയിലൊക്കെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു 6-7 വർഷമായിട്ടും ആ ഒരു മൂവിയും അതിലെ ക്യാരക്ടറും പറഞ്ഞാണ് എല്ലാ ആൾക്കാരും ഓർക്കുന്നത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി കുറെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഓർക്കുമ്പോ എന്താ തോന്നുന്നത്? അല്ല, ഞാൻ എന്റെ ഒരു മെയിൻ സ്ട്രീം ലോഞ്ച് ആയിരുന്നല്ലോ 18-ാം പടി. പിന്നെ നമ്മളെല്ലാരും ഒരു നടന് നല്ല സോങ്സ് ഉണ്ടാവുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അപ്പം ആ സിനിമയിലാണ് തൂമ എന്നൊരു പാട്ട്, അത് വലിയ ഹിറ്റായതിനു ശേഷമാണ് ആക്ച്വലി ആ സിനിമയേക്കാൾ അതിൽ എന്റെ ക്യാരക്ടറിനേക്കാൾ എനിക്ക് തോന്നുന്നു പാട്ടാണ് ആള് കൂടുതലും അതിൽ ശ്രദ്ധിച്ചതും. പിന്നെയാണ് സിനിമയിലേക്ക് അവര് വരുന്നത്. അതുപോലെ ആയിരുന്നു ഫീനിക്സും ഈ അതിലെ പാട്ടും പുഞ്ചിരിയും. അപ്പം അങ്ങനെ പിന്നെ എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള സിനിമ, ഈ 2 സിനിമകളും വളരെ പേഴ്സണൽ ആണ്. പക്ഷെ 18-ാം പടി നമ്മൾ പറയില്ല, ഞാൻ ഹിമായത്തിലെ കശ്മീർ എന്ന് പറയുന്നൊരു റീജിയണൽ കോമഡിയിലാണ്. അതൊരു സ്മോൾ ബഡ്ജറ്റ് അല്ലല്ല, അത് അഭിറാം സുരേഷ്. അത് വയ്യായിരുന്നു. അത് ഞാനില്ല. അഭിറാം എന്റെ കോളേജ് ഫ്രണ്ടാണ്, ഫേമസ് ഡയറക്ടർ സുരേഷ് സാറിന്റെ മകൻ. അദ്ദേഹത്തിന്റെ മൂവില് ഞാൻ ആദ്യം ലോഞ്ച് ചെയ്യപ്പെടുന്ന ഇൻഡസ്ട്രിയില്. പക്ഷെ ഒരു മെയിൻ സ്ട്രീം ഓപ്പണിംഗ് ആയിരുന്നു 18-ാം പടി. സോ ഇറ്റ്സ് വെരി വെരി പേഴ്സണൽ. അതിന്റെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഒക്കെ ആയിരുന്നു ആ സിനിമയില്. ആ കുട്ടികളെ മൊത്തം, അതിലെ ഒരുപാട് കുട്ടികൾ ഇപ്പം അതിലെ പിള്ളേര് ഒക്കെ ഇപ്പം ലീഡ് ആക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ സന്തോഷം. ഇപ്പൊ നമ്മൾ ഈ ഒരു സിനിമയിലേക്ക് നോക്കുമ്പോൾ ശുക്രൻ എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. അത് മാത്രമല്ല, നമ്മൾ പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട് ശുക്രൻ ഉച്ചസ്ഥായിലായിരിക്കുമ്പോ നല്ല ലക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞു. ആ ശുക്രനും ഈ ശുക്രനും തമ്മിൽ എന്തെങ്കിലും ബന്ധം? അല്ല, ഇതിന്റെ അകത്തൊരു കഥയിലകത്തൊരു ട്രയാങ്കുലർ സ്റ്റോറിയാണ് ആക്ച്വലി. ഇതിൽ ഞാനും ബിബിൻ ജോർജും ഷൈൻ ടോം ചാക്കോ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, മെയിൻലി ബിബിന്റെ ജീവിതത്തിൽ ഞങ്ങൾ ആഡ് ചെയ്യപ്പെടുന്ന ഞങ്ങൾ കുട്ടിക്കാല സുഹൃത്തുക്കളാണ്. അപ്പൊ കുഞ്ഞിലെ സംഭവിച്ച ക്ലാസ് റൂമിൽ സംഭവിച്ച ഒരു ഇൻസ്റ്റൻസ്, അതിന്റെ ത്രെഡിലേക്കാണ് പിന്നെ നമ്മൾ വലിയ പക്ഷെ ഇതൊരു നമ്മളൊരു ടീച്ചറൊക്കെ ഇപ്പൊ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. മൈറ്റ് ലുക്ക് ലൈക്ക് കോമഡി മൂവി ടീച്ചർ കാണുമ്പോഴേക്കും. പക്ഷെ അതല്ല, ട്രെയിലർ വരുമ്പോൾ നിങ്ങൾ അതിന്റെ അഭിപ്രായം മാറും. ഒരു കംപ്ലീറ്റ് കമേഴ്ഷ്യൽ പാക്കേജ്. ഇതിന്റെ അകത്ത് വളരെ ഇമോഷണൽ ട്രാക്ക്, വളരെ ഹെവി ആയിട്ട് ഇമോഷണൽ ട്രാക്ക് ഉണ്ട് ഇതിനകത്ത്. ഡ്രാമയുണ്ട്, ത്രില്ലിംഗ് എലമെന്റ്സ് ഉണ്ട്. ഇതിലെ ക്യാരക്ടറിനെ പറ്റി എന്തെങ്കിലും ചെറുതായിട്ട് പറയാൻ? അല്ല, ഇതൊരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ബിബിൻ ജോർജിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞാൻ ബിബിന്റെ വില്ലേജിൽ നിന്ന് ഞാൻ ബാംഗ്ലൂരിൽ പോയി കുറെ നാൾ അവിടെ സെറ്റിൽ ആയിരിക്കുന്നു. ഇപ്പൊ ഫോർ എ റീസൺ ഐ എം കമ്മിങ് ബാക്ക്. അപ്പൊ അതിന്റെ അയാളെ ലൗഡാണ്. ഞാനും പേഴ്സണലി ഞാൻ ബാംഗ്ലൂരിൽ എന്റെ മാസ്റ്റേഴ്സും എംഫിലും പഠിപ്പിച്ചതും കുട്ടികളെ പഠിപ്പിച്ചൊക്കെ ബാംഗ്ലൂർ. അപ്പം അതിന്റെ ഒരു കണക്ഷനും അതിന്റെ ഒരു രസവും എനിക്കുണ്ട് ആ സിനിമയില്. പക്ഷെ ബാംഗ്ലൂരിലെ ഷൂട്ടിനേക്കാൾ കൂടുതൽ നാട്ടിൻപുറത്ത് ഞാൻ വന്നതിന് ശേഷമുള്ള ഭയങ്കര അടുത്ത സുഹൃത്തുക്കളാണ് ഈ 3 പേരും. എനിക്ക് കൂടുതൽ ബിപിൻ ജോർജിന്റെ അടുത്തുള്ള കോമ്പിനേഷൻസ് ആണ് നാട്ടിലുള്ളതെങ്കിൽ. അങ്ങനെയാണ് അതിന്റെ ക്യാരക്ടർ. ഇപ്പൊ 18-ാം പടിയിലും ഉണ്ടായിരുന്നു മാല ചേച്ചി, ഇതിലേക്ക് വരുമ്പോഴും ഉണ്ട്. അപ്പൊ ആ ഒരു സിനിമയിലുണ്ട്. സീക്രട്ട് ഹോമിൽ നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കി എടുത്തൊരു ത്രില്ലർ മൂവിയാണ്. അതിനൊരു വിയേർഡ് പ്രോക്സിമിറ്റിയാണ് എനിക്കും മാല ചേച്ചിക്കും ഉള്ളത്. എന്റെ അമ്മയെന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യുക, പക്ഷെ മൂവി കാണുന്നവർക്ക് അറിയാം ഇറ്റ്സ് ഡിഫറെന്റ് ടേക്ക്. അതുപോലെ 18-ാം പടിയിൽ എന്റെ ആന്റിയുടെ കഥാപാത്രമാണ് ഓൾവേസ് കംഫർട്ടബിൾ. മാലചേച്ചി ആണെന്ന് പറയുമ്പോൾ മാലചേച്ചി കഴിഞ്ഞൊരു ഇന്റർവ്യൂ പറഞ്ഞ പോലെ ചന്തുവിന്റെ അമ്മയായിട്ടാണ്, എന്നാ പിന്നെ ചെയ്യാം. വി ഹാവ് ദാറ്റ് ഭയങ്കര കംഫർട്ട്. ഇതിന്റെ തന്നെ അമ്മയുടെ ക്യാരക്ടർ. ഇപ്പൊ ചേട്ടൻ ഒരു മൂവി സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ കഥ കേൾക്കുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ചേട്ടനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്? എന്റെ ക്യാരക്ടറിന് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ആ പ്ലോട്ടിൽ ഒരു നല്ല ഭാഗമാവാൻ പറ്റുന്നുണ്ടെന്ന് മാത്രം. അതിനൊരു പ്ലോട്ട് കാണുമല്ലോ, ഒരു മെയിൻ എലമെന്റ് ഓഫ് സിനിമ എന്നൊരു സാധനം കാണും. അതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളതാണ്. അത് മാത്രമാണ് ഞാൻ ശരിക്കും നോക്കുന്നത്. അല്ലാതൊരു ത്രൂ ഔട്ട് എന്നൊന്നല്ല നമ്മളെ പരിപാടി. നോട്ട് ദാറ്റ് ഐ ഡോണ്ട് ഹാവ്, എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളില്ലാത്ത ആളൊന്നുമില്ല. ലീഡ് കഥാപാത്രം ഒരുപാട് വരുന്നുണ്ട്. അതൊന്നും ചെയ്യാൻ ആഗ്രഹമില്ലാത്തതൊന്നുമല്ല, നമ്മള് ആഗ്രഹിക്കുന്നതൊക്കെ അത് തന്നെ. പക്ഷെ അല്ലാതൊരു മൂവിയിൽ വേറൊരു ആക്ടറിന്റെ മൂവിയിൽ എന്നെ പ്ലേസ് ചെയ്താൽ പോലും അതിനകത്ത് എനിക്ക് വില്ലൻ ഓർ കൊമേഡിയൻ ഓർ ക്യാരക്ടർ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, ആ പ്ലോട്ട്, ആ മെയിൻ പ്ലോട്ടിൽ എനിക്കൊരു
ഭാഗം ഉണ്ടായാൽ അത് പെർഫോമൻസിന് സ്കോപ്പ് വേണം. ഇപ്പൊ ഈ സിനിമയുടെ പേര് ശുക്രൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കാണ്, ചേട്ടന്റെ ലൈഫിൽ അതുപോലെ തന്നെ ശുക്രൻ ഉദിച്ചൊരു മൊമെന്റ് ഏതായിരുന്നു? ശുക്രൻ ഉദിച്ചത് മലയാള സിനിമ വരാൻ പറ്റിയത് തന്നെ വലിയ ശുക്രൻ. എന്റെ ജാതകവശാൽ എനിക്ക് ശുക്രൻ ആയിട്ടില്ല. അതിന് ഇനിയും സമയമുണ്ടെന്നാണ് ജ്യോത്സ്യരൊക്കെ പറയുന്നത്. പക്ഷെ അതൊന്നുമല്ല, എന്റെ വിശ്വാസം അനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഒരു എത്രയോ പേര് ഒരു സിനിമയിൽ അങ്ങനെ ഒരു എത്രയോ ആളുകൾ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു, ഒരു നല്ല ക്യാരക്ടർ കിട്ടാൻ, അതൊരു പാട്ടിന്റെ ഭാഗമാണ്. അതിൽ ഞാൻ ശരിക്കും ഒരു കണ്ടിന്യൂസ് ശുക്രനിൽ തന്നെയാണെന്ന വിശ്വാസം. സ്ട്രഗിൾ ഈസ് റിയൽ. ഞാൻ ഇപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു വലിയ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രോഡക്റ്റ് ഓഫ് മിസറി എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. സോ ജസ്റ്റ് യു ഫോൾ, ദെൻ യു ഗെറ്റ് അപ്പ്, ഐ ഫോൾ, ദെൻ യു ഗെറ്റ് അപ്പ്, ഐ ഫോൾ. സോ ഐ ആം യൂസ്ഡ് ടു ദാറ്റ്. അപ്പം അതിപ്പോൾ വലിയ പ്രശ്നമല്ല. ഇപ്പം നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ്, നമ്മൾ പേഴ്സണൽ അനുഭവിക്കുന്ന ഇമോഷണൽ ട്രോമയോ അല്ലെങ്കിൽ നമുക്ക് പോകുന്ന പേഴ്സണൽ പ്രോബ്ലംസും അത് ട്രാൻസെൻഡ് ചെയ്യുന്ന നമ്മുടെ വൈഫിലേക്ക്, കുഞ്ഞിലേക്ക്, വീട്ടിലേക്ക് ഒക്കെ ഇതൊന്നും ഓഡിയൻസ് വോണ്ട് ടു നോ. അപ്പൊ അതൊന്നും അതിനുള്ള സമയം ഇപ്പൊ ഇല്ല. റഷ് അല്ല, സമയം വെച്ച് റഷ്. ഇപ്പൊ ഞാൻ പോയിരുന്ന എന്റെ ഫ്ലൈറ്റ് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും അല്ല ഇതിനെ കാണുന്നത്. സ്ട്രഗിൾ ഈസ് റിയൽ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. വെരി പേഴ്സണൽ, വെരി വെരി പേഴ്സണൽ. ഇപ്പൊ നമ്മൾ കുറെ നാൾ മുമ്പൊക്കെ സിനിമ ചെയ്യുന്ന സമയത്ത് ചോദിക്കുമായിരുന്നു, 18ാം പടി സമയത്ത് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മാലിക് ചെയ്തു, റാം ചെയ്തു, 12th മാൻ ചെയ്തു. അപ്പോഴേക്കും എന്നോട് ചോദിക്കുമായിരുന്നു എന്തെങ്കിലും തിക്താനുഭവം ഉണ്ടോ, ഇഷ്യൂ ഉണ്ടോ സിനിമ. എനിക്കൊന്നുമില്ല, എന്റെ കരിയറൊക്കെ വളരെ സേഫ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നൗ ഐ നോ, നൗ ഐ ഫേസ്. അപ്പൊ അത് അതിന്റെ റിയാലിറ്റിയാണ്. അതൊന്നും മോശമാണെന്നോ അല്ലെങ്കിൽ അതൊരു ഒന്നുമല്ല. ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ഇൻഡസ്ട്രി. ഒരുപാട് സിനിമകൾ എനിക്ക് വന്നിട്ട് പോയിട്ടുണ്ട് ആഫ്റ്റർ ഫീനിങ്സ്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വന്നിട്ട് വിളിക്കാതിരുന്നേ കുഴപ്പമില്ല. യു ആർ ബീൻ കോൾഡ്. നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ അത് എന്റെ കാരണം കൊണ്ടുമല്ല. നമ്മളെ വിളിച്ചിട്ട് സ്ക്രിപ്റ്റ് വരെ പറഞ്ഞിട്ട് സെക്കൻഡ് ഡേ അതിന് മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ട് പോയ കൺട്രോളേഴ്സും ഒക്കെ ഉണ്ട്. അത് അവരെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. ദർ ആർ സോ മെനി ഇന്റർവെൻഷൻസ് ഇൻ ബിറ്റ്വീൻ. അതിന്റെ അകത്ത് ഒരുപാട് പേര് ഇടപെടുന്നുണ്ടായിരിക്കും. അവർക്ക് ഫേവറേറ്റ് ക്യാരക്ടേഴ്സ്, ആക്ടേഴ്സ് ഉണ്ടാവും. എന്നെക്കാൾ പ്രഗത്ഭരായ ആക്ടേഴ്സ് വർക്ക് ചെയ്യാൻ നിൽക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് കുറെ കഴിയുമ്പോൾ 1-2 സിനിമകളല്ലാതെ 10ഓളം സിനിമകളിലേക്ക് നമ്മൾ വിളിച്ചതിന് ശേഷം പിന്മാറ്റപ്പെടുമ്പോൾ നമുക്ക് ശരിക്കും എന്താ പ്രശ്നം നമുക്കൊരു ബട്ട് യെറ്റ് ഐ ട്രൈ ടു സർവൈവ്. ബിക്കോസ് നമ്മൾ ജോലിയൊക്കെ വിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഞാനിപ്പോ എന്റെ കുഞ്ഞിന്റെ മുഖം മാത്രമേ നോക്കാറുള്ളൂ. ഐ യൂസ് ടു ഫൈറ്റ് ഫോർ മൈ സെൽഫ്, നൗ ഐ ഫൈറ്റ് ഫോർ മൈ ചൈൽഡ്. അപ്പൊ ഇനി അത് ക്വിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ശുക്രൻ ഇതിലൂടെ വീണ്ടും ഒതുക്കട്ടെ. അഗൈൻ കമ്മിങ് ബാക്ക് ആൻഡ് ഗോയിങ് ബാക്ക്. അങ്ങനെ കുഴപ്പമില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇല്ലേ, കയ്യിൽ നിന്ന് വന്ന അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോ അതൊക്കെ പിന്നെ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് വല്ലാത്തൊരു ഇമോഷൻ ആയിരിക്കില്ലേ? ഞാൻ വളരെ കുറവായി ഇപ്പൊ സിനിമ, പ്രത്യേകിച്ച് എന്നെ വിളിച്ച് മൂവീസ് ഞാൻ പോയി കാണുന്നത് വളരെ കുറവാണ്. കാരണം പിന്നെ അവിടെ നിന്ന് നമ്മൾ വെറുതെ നമുക്കൊരു നെഗറ്റീവ് ചെയ്യായിരുന്നല്ലോ എന്നൊരു തോന്നലുണ്ടാവും. ഇവിടെ സൂപ്പർ ഹിറ്റ് ആയി ഓടിയ കഴിഞ്ഞ മാസങ്ങളിൽ ഇവിടെ തകർത്തോടി സിനിമയിൽ ഞാൻ ഉണ്ടായിരുന്നത് പിന്നെ ഡയറക്ടർ പറയുമ്പോൾ. പക്ഷെ പിന്നെ ഞാൻ ചോദിച്ചു വാസ്റ്റ് പീപ്പിൾ, അപ്പൊ അവരെല്ലാം പറഞ്ഞത് ഇതെല്ലാരും അനുഭവിക്കുന്നത്, എന്തോ കഴിവുണ്ടായിട്ടാ നിന്നെ ഈ മാറ്റം നിന്നത്, കഴിവില്ലാത്തോണ്ടല്ല. സോ അതിനെ ഞാൻ ബിലീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ മറ്റൊരാൾക്ക് സ്ട്രഗ്ലിംഗ് ആകുമെന്ന് ഫീൽ ചെയ്യും. We have more critics than you realize that you have something in you. ചേട്ടൻ ഓൾറെഡി ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്, അതുപോലെ തന്നെ ഒരു പ്രൊഫസറാണ്. അപ്പം ഇതിൽ നിന്ന് ഈ ഒരു പ്രൊഫസർ ഇസ് എ വെരി റോങ് ടേം. അങ്ങനെ ഉപയോഗിക്കുക. എന്റെ അമ്മ പ്രൊഫസറാണ്. പ്രൊഫസർഷിപ്പ് കിട്ടാൻ വലിയ ടീച്ചറാണ്, അധ്യാപകരാണ്. അപ്പോ അതിൽ നിന്ന് ഇതിലേക്ക് എത്തുന്ന സമയത്ത് മെയിൻ ആയിട്ട് ചേട്ടൻ ഒരു ഫിലിം ഫീൽഡിലേക്ക് എത്തിയപ്പം ഫേസ് ചെയ്തിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ ഒരു തിയേറ്ററും സിനിമയും തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ. റിയാലിറ്റിയിൽ നല്ല പൈസ ഉണ്ടാവും. ഇതാണ് എന്റെ സത്യം. അല്ല ഞാൻ വേറൊരു സാധനം ഫിലോസഫി പറയേണ്ട കാര്യമില്ല. മെയിൻലി അതാണ്. നമ്മളെ ബേസിക്കലി നമ്മുടെ നീഡ്സ്, നമ്മളെ സർവൈവലിന് കുറച്ചും കൂടെ ഇതിനെ ബാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഒരു അധ്യാപകനായിരിക്കുമ്പോൾ, ഒരു ഇന്റർനാഷണൽ സ്കൂൾ അധ്യാപകനായാലും എനിക്ക് ആ സ്റ്റേജിലേക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 70 ആണെങ്കിൽ എന്റെ സാലറി അതല്ല ഇപ്പം. എന്റെ ഒരു പെർ ഡേയോ അല്ലെങ്കിൽ മന്ത്ലി എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ്. അതിന്റെ പാക്കേജ് അങ്ങനെയാണ്. സിനിമ അങ്ങനെയാണ്. ഇറ്റ്സ് എ ഹ്യൂജ് ഇൻഡസ്ട്രി, ഡിമാൻഡ്സ് മണി. അപ്പം അത് വലിയൊരു മാറ്റമാണ്. നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ വീട്ടിലേക്ക്, നമ്മളെ കുഞ്ഞിന്റെ എഡ്യൂക്കേഷൻ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു മാൻ യു നീഡ് മണി. അവിടെ ഒന്നും ഫിലോസഫി വർക്കാവില്ല. യു നീഡ് മണി. പൈസയാണ് നിലനിൽപ്പ്. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം. ഹോൾ വേൾഡ് ഈസ് ലൈക്ക് ഗ്ലോബലി അതാണല്ലോ. ഷാറുഖ് ഖാൻ പറഞ്ഞതുപോലെ യു ബി റിച്ച് ദെൻ യു ടോക്ക് ഫിലോസഫി. അതാണ് ഫസ്റ്റ് മാറ്റം. രണ്ട്, യു ബി നമ്മൾ ഭയങ്കര റെസ്പോൺസിബിൾ ആണെന്ന് തോന്നും വെൻ യു ഗോ ഔട്ട്. നമുക്കൊരു ഭയമുണ്ട്, യു ആർ ബീങ് ജഡ്ജ്ഡ് എന്നൊരു ഇതുണ്ട്. ഞാൻ വളരെ ഫ്രീ ബില്ലിൽ നടന്ന ഒരാളാണ്. പക്ഷെ പിന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അച്ചടക്കത്തോടെ ഇരിക്കണമെന്ന് നമ്മൾ മനസ്സിലാവും. കാരണം നമ്മൾ ഓൾവേസ് ബീങ്
അണ്ടർ സ്ക്രൂട്ടിനി. ഏത് ക്യാമറ എപ്പം വേണോ വരാം എന്നുള്ള. പക്ഷെ മാക്സിമം ഞാൻ കൂടുതലും എന്റെ പുറത്ത് പോകുന്നത് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ എന്റെ പല സിനിമകളിലും മാലിക്കിലൊക്കെ ഞാനാണെന്ന് മനസ്സിലായിട്ട് പോലും ആളുകൾ. ഏതോ ഒരു കോർണറിൽ ഇറ്റ് ഹെൽപ്പ് മീ. മനസ്സിലാവാതിരിക്കുന്നതാണ് നല്ല ചിലപ്പം തോന്നും. എന്റെ ക്യാരക്ടേഴ്സ് മാത്രം കണ്ടാൽ മതി എന്ന് തോന്നും. പക്ഷെ എന്റെ ഒത്തിരി വാലിഡേഷൻ എല്ലാവർക്കും ആഗ്രഹമാണ് ഉള്ള കാര്യമാണ്, തിരിച്ചറിയപ്പെടുക എന്നുള്ളത്. ആളുകൾ തിരിച്ചറിയപ്പെടുന്നിടത്താണല്ലോ ഒരു നടന്റെ സക്സസ് എന്ന് പറയുന്നത്. അയാളെ സിനിമ കാണാൻ പോകണം എന്ന് പറയുന്നത്. സോ അതൊക്കെ മാറ്റം ഉണ്ടായി. സാഹചര്യങ്ങളും മാറും. നമ്മളെ ചുറ്റുവട്ടമുള്ള ആളുകള്, സുഹൃത്തുക്കൾ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അത് എല്ലാം മാറും. നമ്മളൊരു റിയലി സ്പീക്കിംഗ് നമുക്കൊരു മാരുതി അഫോർഡ് ചെയ്യാൻ, നമുക്കൊരു ഹാരിയർ അഫോർഡ് ചെയ്യാം. അതാണ് എന്റെ റിയൽ. എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും വർഷമായിട്ട് പഠിച്ച കാര്യം മണി ഈസ് ബേസിക്. അപ്പൊ നമുക്ക് അവസരങ്ങൾ ഇല്ലാതാവും തോറും വാട്ട് ദേ ആർ ലുക്കിംഗ് ഫോർവേഡ് ഈസ് ഞാനിത് ബാക്ക് ഓഫ് ചെയ്യും. ഇത് നമ്മൾ കോപ്പപ്പ് ചെയ്യാൻ പറ്റില്ലേ. മുമ്പത്തെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് അതിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ വന്ന ഉയർന്ന ജീവിത നിലവാരത്തിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ആ വരാതാവും. ഫൺ ഫ്ലോ വരാതാവും. അത് ടാർഗറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും. പക്ഷെ ലക്കിലി എന്റെ അച്ഛനും അമ്മയും എന്റെ വൈഫും എല്ലാ കുഞ്ഞുമൊക്കെ പൊടി കൊച്ചു പോലും നമ്മളെടുത്ത് അത് കുഴപ്പമില്ല ചെയ്യുക എന്നൊക്കെ പറയുന്ന 6 വയസ്സുള്ള കൊച്ചും കൂടെ നിൽക്കുന്നുള്ള. സോ സാച്ചുറേഷൻ എത്തുമ്പോൾ ചിലപ്പം ഞാൻ ഫ്ലാറ്റൻഡ് ആകുമ്പോഴേ ഞാൻ ചിലപ്പം തിരിഞ്ഞു പോവുകയായിരിക്കും. പക്ഷെ സോഫാർ എനിക്ക് ശുക്രൻ പോലെ എനിക്ക് നല്ല ആളുകൾ ഇവിടെ ഉണ്ടായത് കൊണ്ടും സേതുട്ടനെ പോലെയും ഒക്കെ നല്ല നല്ല ആളുകൾ ഉണ്ടായത് കൊണ്ട് ഐ സ്റ്റിൽ സർവൈവ്. ഇപ്പൊ നേരത്തെ പറഞ്ഞത് കേട്ടപ്പോഴും ഞാൻ ആലോചിച്ചു, ഇപ്പൊ നമ്മുടെ നാട്ടില് പാപ്പരസി കൾച്ചർ ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എവിടെ തിരിഞ്ഞാലും നമ്മൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ആക്ച്വലി അത് നമ്മുടെ പ്രൈവറ്റ് ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നില്ലേ? പ്രത്യേകിച്ച് നിങ്ങളെ ഭയങ്കര ഫെയിം ഉള്ള സമയത്ത് ഇങ്ങനെ പുറകെ നടക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. അത് പണ്ട് തൊട്ട് ഈ സാധനം ഉണ്ട്. സെലിബ്രിറ്റി ഇപ്പൊ എല്ലാവരുടെയും മുമ്പിൽ ക്യാമറ പോകാനുണ്ട്. ഇപ്പൊ തിയേറ്റർ വരുന്ന എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ അഭിപ്രായം എടുക്കുമ്പോൾ പോലും നിങ്ങളെ പ്രൈവസിയാ പോകുന്നത്. നിങ്ങളെ തിയേറ്റർ വന്നു എന്ന് എല്ലാവരും അറിഞ്ഞു. നമ്മുടെ മാത്രമല്ല. സോ ഇപ്പൊ അങ്ങനെ സെലിബ്രിറ്റി പാപ്പരാസിയേക്കാൾ വേൾഡ് ഹാസ് ചേഞ്ച്ഡ്. എവ്രി വൺ ഈസ് അണ്ടർ സ്ക്രൂട്ടിനി. എല്ലാവരും നമ്മൾ എവിടെ പോയാലും തിരിച്ചറിയപ്പെടുന്ന ക്യാമിലും വെബ് ക്യാമിലും ഒക്കെ നമ്മൾ പിടിക്കപ്പെടുന്നുണ്ട്. സോ അതല്ല, പിന്നെ ചില ഇപ്പോഴത്തെ കൾച്ചർ അനുസരിച്ച് വെൻ യു ആർ ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് യു ക്യാൻ ഡിനൈ. ഐ ചൂസ് നോട്ട് ടു ആൻസർ. അല്ലെങ്കിൽ വളരെ വളരെ ഹമ്പിൾ ആയിട്ട് കുടിയും മൂവ് എനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ ആരും നിങ്ങളെ കോളറി പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞേ പറ്റൂ എന്ന് പറയില്ല. ഔട്ട് ഓഫ് അഗ്രഷൻ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോകുമ്പോഴാണ് യു ആർ എ തംബ്നെയിൽ. യു ഡോണ്ട് നീഡ് ടു ബി എ തംബ്നെയിൽ. യു ക്യാൻ അവോയ്ഡ് ദാറ്റ്. നമ്മൾ പണ്ടൊക്കെ വൈഫിന്റെ കൂടെയൊക്കെ തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ പോകുമ്പോഴൊന്നും അങ്ങനെയൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ വൈഫിന്റെ അടുത്ത് പറയും ബി വെരി കെയർഫുൾ കേട്ടോ, നീ ഏതിൽ ഡ്രസ്സിലൊക്കെ കെയർഫുൾ ആവണമെന്ന് പറയേണ്ട അവസ്ഥയായി. അതെന്നെ അഗ്രഷൻ ഉണ്ടാകും. അപ്പൊ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന എനിക്ക് അറിയാൻ പറ്റില്ല. എന്നെ ഒരു ചെയ്യുന്നതിനേക്കാൾ എനിക്ക് എന്റെ അച്ഛൻ, അമ്മ, കുഞ്ഞ്, ഏറ്റവും അടുത്ത സുഹൃത്ത്, വൈഫ്, അതൊക്കെ എനിക്ക് ഭയങ്കര വളരെ ഡെലിക്കേറ്റ് ഉള്ള കാര്യങ്ങളാണ്. അതൊക്കെ അവോയ്ഡ് ചെയ്യാനേ നോക്കുള്ളൂ. യു കാണ്ട് ഡു എനിത്തിങ് അബൌട്ട് ദ അതർ പേഴ്സൺ. അവര് അവിടെയാണ്. അങ്ങനെ റൂൾ ഇല്ലല്ലോ ഇവിടെ. അങ്ങനെ ആരെയൊന്നും എന്തിനാണ് ഷൂട്ട് ചെയ്യുക, എന്തുകൂടെ പറയാം. ഇത് യു റെസ്പോണ്ട് ഓർ ഡോണ്ട് റെസ്പോണ്ട്. ഞാനൊരു ക്യാപ്ഷനിൽ കണ്ടിരുന്നു, എന്റെ ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ബ്ലഡും സ്വെറ്റും വരെ ഞാൻ എന്റെ അഭിനയത്തിന് വേണ്ടി കൊടുക്കും, അത് ഇമ്പ്രൂവ് ആക്കാനായിട്ട് കൊടുക്കും എന്നുള്ളത്. ഒരു ആക്ടിങ് കരിയറിൽ ഇത്രയും നാളും ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് ഞാൻ ഇതിനു വേണ്ടി എന്റെ മാക്സിമം ഇൻപുട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാത്തിനും വേണ്ടി ഇടുന്നുണ്ടായിരിക്കും, എന്നാലും പേഴ്സണലി ഭയങ്കരമായിട്ടും എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം. ചിലതിന് നമുക്ക് ഫിസിക്കൽ സ്ട്രെയിൻ കൂടെ എടുക്കാൻ പറ്റും. അപ്പൊ ഫീനിക്സിന് എടുക്കുമ്പോഴത്തേക്ക് എന്റെ ഒരു വലിയ സൈസ് ആയിരുന്നു എന്റെ ആ സമയത്ത്. ഇപ്പം മിഥുൻ ചേട്ടൻ പറഞ്ഞ ഇതല്ല, കുറച്ച് ദിവസമേ ഉള്ളൂ, ഒരു 10-15 ഡേയ്സേ ഉള്ളൂ. നമുക്ക് വേറൊരു പയ്യൻ പരിപാടിയിലേക്ക് യു ക്യാൻ ബി ചബി ബട്ട് അഗൈൻ പയ്യൻ. സോ അതിന് ഞാൻ കുറെ ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ പോകേണ്ടി വന്നു. ഡയറ്റ് ഒക്കെ ഫുൾ എടുത്ത് എന്റെ ദുശീലങ്ങളൊക്കെ ഒഴിവാക്കി അതൊക്കെ ഫുൾ ഇന്റേണലൈസ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് അങ്ങനെയൊക്കെ വരേണ്ടി വന്നു. അതിലേക്ക് ആവാൻ സിവിലൊക്കെ 18-ാം പടി എനി മൂവി ഞാൻ അഭിനയിച്ച ഏതെങ്കിലും മൂവി എടുത്താലും ഫ്രെഡി വിൽ സ്റ്റാൻഡ് ഔട്ട്. അയാളുടെ രൂപവും ഭാവവും അയാളുടെ രീതികളൊക്കെ വേറെയാണ്. അതിനെടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഒരു തെലുഗു മൂവി ചെയ്തായിരുന്നു. അതിന് ഫിസിക്കലി അതിൻ്റെ അകത്ത് ഭയങ്കര നമ്മൾ ടോർച്ചർ നടന്നൊരു സംഭവമാണ്. അവിടെ ഒരു ജീവിച്ചിരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ, ടോർച്ചറുകൾ എല്ലാം നമുക്ക് അത് എനിക്കും ചെയ്യേണ്ടി വന്നു. കാലിലുമേ തൂക്കിയൊക്കെ ഇടും, തിരിച്ച് കാല് കെട്ടിമോളിട്ട് ഇട്ടിട്ട്. സോ കാണുന്നവർക്ക് ഒരു അഭിനയമാണല്ലേ എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഈ ഹുക്കൊക്കെ ചെയ്യുമ്പോൾ ഈ ഷർട്ട്ലെസ് ആണ്, പഴയ ക്യാരക്ടർ. അത് നമ്മൾ ഹുക്ക് ചെയ്യുമ്പോഴത്തേക്കും നടുവ് തന്നെ നമുക്ക് ഇടുപ്പിൽ തന്നെ കിട്ടും. എന്നിട്ട് ഇവരിങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ സ്വർഗം കാണും നമ്മൾ. പിന്നെ ഇവര് ചാട്ടമായിട്ട് അടിക്കുന്ന ആളിലൊക്കെ ആ സമയത്ത് അവരെ എക്സൈറ്റ്മെന്റിലേ ഒട്ടേന്നൊക്കെ അടിക്കും. എത്രയായാലും അതിനകത്ത് ഇങ്ങനത്തെ സ്പൈക്ക് പോലത്തെ സാധനങ്ങൾ കാണും. അതും ഇവിടെയൊക്കെ ഒന്ന് അടിയും കാണില്ല. ഇവിടെയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. എന്നെ ഈ 2 കണ്ണ്, ഇഫ് യു ലുക്ക് അറ്റ്, ഈ 2 കണ്ണും കറുത്തായിരിക്കുന്നു. ഈ 2 അപ്പൊ അത് ഇവരുടെ ഗ്ലൂ ആണ്.
ആ സമയത്ത് ഇവിടെ മൊത്തം സ്വെല്ല് ചെയ്തിരിക്കണം. അപ്പൊ ആ ഗ്ലൂ തേച്ചിട്ട് അത് നല്ലതല്ലാത്തതുകൊണ്ട് നന്നായിപ്പോയ ആ ബേൺസ് ആയിരുന്നു. പിന്നെ അത് പോകുന്നേ ഇല്ല എന്റെ ഇതിന്ന്. ശുക്രൻ ഷൂട്ടിന്റെ കമ്മിങ് ബാക്ക് ടു ദ മൂവി, ശുക്രൻ ഷൂട്ടിന്റെ ഫൈനൽ ഫൈറ്റ് സിനാരിയോയില് എന്റെ ഈ തൊടെ ഇതിന്റെ അവിടെ മാംസം അകത്ത് ഐ മീൻ ഇത് മസിൽ ബ്രേക്ക് ആയിപ്പോയി കിക്ക് ചെയ്യുന്നത്. പിന്നെ അവിടെ എന്റെ ബ്ലോക്ക് എടുക്കേണ്ട സമയത്ത് ഷൈൻ്റെ ഇതും ബാക്കിയെല്ലാം എടുത്തിട്ട് എന്നെ ആശുപത്രി പറഞ്ഞു വിട്ടു. 1-2 മണിക്കൂർ ഹൈ സെഡേഷൻ ഐ മീൻ ഇതില് പെയിൻ റിലീഫ്. ആദ്യം ഒരു ഗുളിക തന്നു, പിന്നെ ഡ്രിപ്പ് ഇടേണ്ടി വന്നു. ആ സമയത്ത് എന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴി. എന്റെ ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. റിയലി സ്ട്രഗിൾ, പോകാൻ പറ്റുന്നില്ല, കാലനക്കാൻ പറ്റുന്നില്ല. പിന്നെ അത് കുറച്ച് കഴിഞ്ഞ ഒരു ഹൈസ് ഇത് തന്നിട്ട് മെഡിസിൻ തന്നിട്ട് അത് ഒന്ന് ഇതായിട്ട് ശേഷം ഞാൻ പോയി ബാക്കി. അപ്പൊ അത് കഴിഞ്ഞിട്ടും പോയി ഷൂട്ട് ചെയ്തു ഓവർ നൈറ്റ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്, നമ്മള് പൈസ വാങ്ങിക്കുന്നതാണ്, ആൾക്കാർക്കോട് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. സോ യു ക്യാൻ ഓൾവേസ് ഗെറ്റ് പാമ്പേഴ്സ്. നമ്മൾ ഇങ്ങനെ പാമ്പറിങ് വേണം, ഇങ്ങനെ വേണം. നിങ്ങളുടെ അസിസ്റ്റന്റ്, എന്റെ അസിസ്റ്റന്റും ഡ്രൈവറും ഒക്കെ എന്റെ കൂടെ തന്നെ ഉണ്ട്, ചേട്ടാ. പക്ഷെ പമ്പിങ് ലോട്ട് ഓഫ് മണി. അപ്പൊ എന്റെ കാല് കീറി കിടക്കുന്നതുകൊണ്ട് അവർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ അത്ര സെലിബ്രിറ്റി ആയിരിക്കണം, എന്റെ മാത്രമായിട്ട് നോക്കണം. പാമ്പറിങ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. സ്ട്രഗിൾ ഈസ് റിയൽ. നമ്മള് വെളിയിൽ നിന്നപ്പോ എല്ലാവരും പറയും നമ്മുടെ സ്ട്രഗിൾ ആർക്കും മനസ്സിലാവുന്നില്ല, നാട്ടുകാരിങ്ങനെ കമന്റ് ചെയ്യുന്നത്. നാട്ടുകാർ കമന്റ് ചെയ്യും, അവരത് അറിയണം. അവർക്ക് നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ പേഴ്സണൽ സ്ട്രഗിൾ അവരെന്തിനാ അറിയുന്നത്? അവരെടുത്ത് ഞാൻ എന്തിനാ ഇപ്പൊ വീപ്പ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അതിൽ അവരങ്ങനെ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ സിനാരി ഇവിടെ ഇല്ല, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ഒരു പടം ചെയ്തതിനു ശേഷം നടന്മാരെല്ലാം ആർട്ടിസ്റ്റ് എല്ലാ നാട്ടുകാരെടുത്ത് നോക്കൂ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഞാൻ എവിടെ വായിച്ചതാണോ ഇന്റർവ്യൂവിൽ കേട്ടതാണോ എന്ന് എനിക്കറിയില്ല, അച്ഛനുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു മെന്റർ പോലെയാണ് അച്ഛനെ കാണുന്നത്. പക്ഷെ ഞാൻ അതുപോലെ തന്നെ കേട്ടുള്ള ഒരു കാര്യമാണ്, ഈ ബോയ്സിന് പൊതുവെ ഒട്ടും എക്സ്പ്രസീവ് അല്ല. അവര് ഈ എക്സ്പ്രഷൻസ് ഒക്കെ പ്രകടിപ്പിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ എങ്ങനെയാണ്? അച്ഛൻ്റെ അടുത്ത് ഞാൻ അലറിക്കരയായിരുന്നില്ല. ഡിഫറൻസിനായിരുന്നു. ഞാൻ കൂടുതൽ അലറിക്കറിഞ്ഞത് സ്വാതിരെടുത്തും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള പെണ്ണും ആണുമായിട്ടുള്ള 3-4 പേര്. അവരുടെ അടുത്താണ് ഞാൻ കരഞ്ഞ് നിലവിളിച്ചിട്ടുള്ളത്. അച്ഛനെടുത്ത് മോർ ഓഫ് അച്ഛൻ ഈസ് എ കംഫർട്ട് സോൺ. അമ്മ ടീച്ചർ ആയതുകൊണ്ട്, അമ്മ കംഫർട്ട് സോൺ അല്ലെന്നല്ല പറയുന്നത്, അമ്മ ഒരു കോളേജ് പ്രൊഫസർ HOD ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരാളാണ്. അമ്മയ്ക്ക് എപ്പോഴും ഒരു അക്കാഡമിക്കൽ വേ ഓഫ് ബെൽറ്റിംഗ് ആണ്. ഇങ്ങനെ എപ്പോഴും ടീച്ചർ പോലെ നമുക്ക് തോന്നും. അമ്മ അങ്ങനെയാണ്. പക്ഷെ അമ്മ പറയുന്നതൊക്കെ കറക്റ്റാ, അമ്മ പറയുന്ന രീതി. പക്ഷെ അച്ഛൻ, എനിക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ അച്ഛനടുത്ത് വേണം, അച്ഛനടുത്തിരിക്കണം. ഇപ്പൊ എനിക്കിപ്പം ഭാര്യ 6 വയസ്സുള്ള കുഞ്ഞുമാകുമ്പോഴും എനിക്ക് പനി വന്നു കഴിഞ്ഞാൽ സ്വാതി എന്നെ നന്നായിട്ട് നോക്കുമ്പോഴും അച്ഛൻ ഒന്ന് വന്ന് അടുത്തിരുന്നെങ്കിൽ, ഇതാണ് ദിസ് ഈസ് ദ പ്രോക്സിമിറ്റി. അച്ഛൻ കരയുന്നതോ അച്ഛൻ വിഷമിക്കുന്നതോ അച്ഛനെ ദേഹത്തൊരു ഇത് വീഴുന്നതോ എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞാൻ ഐ ബി ബാലിസ്റ്റിക്. ഞാൻ റിയാക്ട് ചെയ്യുന്നത് വളരെ, അമ്മയെടുത്ത് അതിനല്ല. പക്ഷെ അച്ഛൻ, ആണുങ്ങളാണല്ലോ കുറച്ചും കൂടി പുറത്തു പോയി എന്തെങ്കിലുമൊക്കെ ഒരു പിക്ക് ചെയ്യാൻ ഇതായിട്ടുള്ള അങ്ങനെ ഒരു പ്രോക്സിമിറ്റി ഉള്ളവർക്കാണ്. ഞങ്ങൾ കുറച്ചുകൂടി ബഡി. അമ്മ ഇച്ചിരി പേടിയും. വീട്ടിലിങ്ങനെ ടീച്ചേഴ്സ് ഒക്കെ അമ്മമാരുള്ള മിക്ക ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. കാരണം സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കുമല്ലോ നമ്മൾ വളർന്നു വരുന്നത്. ലാംഗ്വേജ് അങ്ങനെ ആയിരിക്കും. അതാണ് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പൊ ഇപ്പോഴും ഞാൻ അമ്മയെ പോലെ സംസാരിക്കുമല്ലോ. ഹെൽപ്പ് ഇറ്റ്. അവരങ്ങനെയാണ്. ഞാനും പഠിപ്പിച്ചിട്ടുള്ളത് 5-6 വർഷം പിള്ളേരെ. പക്ഷെ നമ്മൾ പിന്നെ നീലിനെടുത്ത്, എനിക്ക് ഇതിന്റെ കാര്യം അച്ഛൻ്റെ നിന്ന് എടുക്കുന്നോണ്ടായിരിക്കും ഞാൻ നീലിനെടുത്ത് അങ്ങനത്തെ ഒരു ഫാദർ ആവാൻ പറ്റും. എപ്പോഴേലും അമ്മ ആസ് എ ടീച്ചർ ചന്ദ്രശേഖരൻ ആസ് എ ടീച്ചർ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? വി ആർ വെരി ഡിഫറൻറ്റ്. ഒന്നത്തെ കാര്യം എന്ന് പറയുന്നത്, അമ്മയ്ക്കും എനിക്ക് ഒരുപാട് നല്ല സ്റ്റുഡൻസ്, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടായിട്ടുണ്ട്. അമ്മയ്ക്ക് എപ്പോഴും വീട്ടിൽ വന്ന് പോണ, അമ്മയുടെ ഇരുന്ന് കരയുന്ന, അമ്മയുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ അതുപോലെ, അതുകൊണ്ടാണ് 18 മിനിറ്റ് ക്യാരക്ടറായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ എന്റെ സ്റ്റുഡൻസിനെ, കോളേജ് പഠിപ്പിച്ച പിള്ളേരെ, സ്കൂളിൽ ഞാൻ +1 +2 പഠിപ്പിച്ച കുട്ടികളെ കൊണ്ട് ഞാൻ പുറത്ത് പോയിട്ടുണ്ട്. ഫോർ എ ടൂർ. ഞാൻ പോയി തിരിച്ച് വീട്ടിലേക്ക് ഡിന്നർ കൊടുത്ത് പാർട്ടി ചെയ്ത് അങ്ങനെ ഒന്നൊരു അധ്യാപകൻ ശരിക്കും അതിലെ ക്യാരക്ടർ അതുപോലായിരുന്നു. അതുകൊണ്ടാണ് അത് കഥ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ റിലേറ്റബിൾ ആവുന്നത്. അങ്ങനെ ഒരുപാട് കുട്ടികൾ, എനിക്ക് സ്റ്റുഡൻസ് ഒരുപാട് നല്ല സ്നേഹമുള്ള പിള്ളേര് ഒരുപാട് അക്രോസ് ഇന്ത്യ. ക്രൈസ്റ്റിലായിരുന്നു വിസിറ്റിംഗ് ഫാക്കൽറ്റി ഒക്കെ ആയിരുന്നു അവിടെ പഠിപ്പിക്കുന്ന സമയത്ത്, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ. അവര് ഇപ്പം ചിലർക്ക് കല്യാണം കഴിഞ്ഞിപ്പം സോ ഇറ്റ്സ് ഗുഡ്. പറഞ്ഞൊരു വലിയ പ്രായമുള്ള അങ്ങനല്ല. ഞാൻ 23-ാം വയസ്സിൽ കരിയർ പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഇതുപോലെ സ്വാതി ചേച്ചി ആയിട്ടുള്ളത് ഒരു ലവ് മാരേജ് ആയിരുന്നല്ലോ. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് സ്വാതി ചേച്ചി നല്ല പാട്ടുകാരിയായിരുന്നു. അപ്പം ഏതോ കവിത പാടി തോൽപ്പിച്ചാണ് ആദ്യമായിട്ട് നിങ്ങൾ പരിചയപ്പെടുന്നതെന്ന്. ആയിരുന്നല്ലോ. വെരി ഗുഡ് സിംഗർ. ഇപ്പോഴും അവളുടെ ജീവിതത്തിൽ ഇപ്പൊ റിസർച്ച്, അവളിപ്പോ ബയോ ഇൻഫർമാറ്റിക്സ് റിസർച്ച് ചെയ്യുക. അപ്പൊ അതിന്റെ ഒരു തിരക്കിലായി പോയതുകൊണ്ട് അവളുടെ പാട്ടിന്റെ ഒരു ഏരിയ മാറ്റി വെച്ചിട്ടില്ല. അവള് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഐ എം സാഡ് ദാറ്റ് എനിക്ക് അവള് റിസർച്ച് ഒന്നും ചെയ്യണമെന്നല്ല, അവള് നല്ല സിംഗർ ആവണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ നമുക്കൊരു കരിയർ, ഇപ്പൊ ഞാൻ ഓപ്റ്റ് ചെയ്ത പോലെ എന്റെ അക്കാഡമിക്സ് ഫിനിഷ് ചെയ്തിട്ട് മതി സിനിമ എന്ന് വിചാരിച്ച പോലെ അവള് ഇതൊന്ന് റിസർച്ച് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഷീ ഹാസ് ക്ലിയർ നെറ്റ് ആണോ. അതെ, അപ്പൊ പെട്ടെന്ന് തന്നെ അവള് നെറ്റ് ക്ലിയർ ചെയ്തത്. എനിക്ക് വേണ്ടി അന്ന് ചെയ്തത്. എനിക്ക് ക്വിറ്റ് ചെയ്ത് സമയത്ത് ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി.
അപ്പം നമ്മള് ലവ് മാരേജ് എന്ന് ശരിക്കും പറയാൻ പറ്റില്ല. നമ്മൾ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു കോളേജ് സമയത്ത്. ഈ ഒരേ ആർട്ട് ഫീൽഡിൽ ഉണ്ടായതുകൊണ്ട് അവളായിരുന്നു ആസ്ഥാന കവി. റിസൈറ്റ് അങ്ങനത്തെ കവിത പാടുന്ന ഞാൻ ചൊല്ലുക ചെയ്തത്. അതിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ജഡ്ജ്മെന്റ്. അപ്പൊ അവര് ശ്രീമാറിന്റെ അമ്മ മലയാളം ഒരു കവിത, അത് ഭയങ്കര ഈണത്തിലും ഇതൊക്കെ എഴുതും. ഞാൻ നീലി എന്നൊരു കവിതയാണ് ചൊല്ലിയത്. അത് റിസിറ്റേഷൻ ആയിരുന്നു. അതിങ്ങനെ ആ പാട്ടിന്റെ ഈണമല്ലാതെ ചൊല്ലലായിരുന്നു അത്. ആ സമയത്ത് ആ ജഡ്ജ്മെന്റ് അങ്ങനെയായിരുന്നു വന്നത്. എനിക്കാണോ സംബന്ധം. അന്ന് എനിക്കായിരുന്നു ആ വർഷത്തെ സ്റ്റേറ്റ് ലെവൽ യൂണിവേഴ്സിറ്റി വിന്നർ ഞാനായിരുന്നു. കവിത സെയിം കവിത കൊണ്ട്. അങ്ങനെ അവളുടെ അമ്മ വന്ന് പരിചയം ഗുഡ് ഫ്രണ്ട്സ്. അങ്ങനെ എന്റെ കൂടെ ജീവിക്കാൻ പാകപ്പെട്ട ഒരു കൊച്ചാണെന്ന് തോന്നി. ആ രണ്ടുപേരും ഓർമ്മയുണ്ടോ? നീലി ഇപ്പൊ ചൊല്ലി ഇവിടെ പ്രകമ്പനമുണ്ട്. കള്ളിയങ്കാട്ട് കറുത്തു നീലി നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീനാളമുണ്ടെന്നു കാടു പറയുന്നു. ആ ലൈൻ തന്നെ ഏഴശ്ശേരി സാർ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഈണത്തിൽ ചൊല്ലുക എന്നുള്ളതല്ല, താളത്തിൽ ഇത് ചെയ്യാന്നുള്ളതാണ്. അതായിരുന്നു ആ സമയത്ത് ഉറച്ച എന്റെ ശബ്ദം, എന്റെ അച്ഛന്റെ ശബ്ദം എനിക്ക് ഹോള് മൊത്തം ഇറ്റ് വാസ് എ സൈറ്റ് ടു സീ. നമ്മൾ ചൊല്ലുമ്പോഴത്തേക്കും കുറെ ആളുകൾ, സൂരജ് ഇല്ലേ സിംഗർ സൂരജ് ചേട്ടൻ, സൂരജ് ചേട്ടനൊക്കെ എന്റെ കോളേജിലായിരുന്നു. അപ്പൊ ചേട്ടൻ എന്റെ സീനിയർ ഒക്കെ ആയിരുന്നു. വെരി ക്ലോസ് ഫാമിലി ഫ്രണ്ട്സ് ഓൾസോ. സൂര്യനൊക്കെ വന്നിങ്ങനെ അവരൊക്കെയുള്ള പാട്ടിന്റെ ഏരിയ. കവിത ഇസ് ഡിഫറെന്റ്. കവിത ചൊല്ലലെന്ന് പറയുന്നത് വേറെ പേരാണ്. ചേട്ടനൊക്കെ വന്നിങ്ങനെ നോക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട് ആ ഹാളിൽ. പൊതുവെ നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ് ചന്ദ്രനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്നുള്ളത്. പക്ഷെ ഈ ചന്ദ്രനെ തോൽപ്പിക്കാൻ എന്ത് വേണം, ആരെ കൊണ്ട് അത് സാധിക്കും? തോൽക്കലൊക്കെ ഈസിയാണ്. തോൽക്കൽ ഈസ് ഓൺലി വിത്ത് ലവ് ഐ വിൽ ഫെയിൽ. അത് മാത്രമേ എനിക്ക് ഫിലോസഫിക്കലി പറയാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ അടുത്ത് സ്നേഹം, നമ്മൾ ആ ജെന്യൂൻ സ്നേഹം ഉള്ള ആളുടെ അടുത്ത് മാത്രമേ ഞാൻ സറണ്ടർ ചെയ്യാറുള്ളൂ ബേസിക്കലി. അതുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയും സ്വാതിയും എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പച്ചു, അബി, മണി, ഹരി എന്നൊക്കെ പറയുന്ന അമ്മു, കുറച്ച് പേരെ എനിക്ക് അത് കുറെ അന്നോട്ട് ഇന്ന് വരെ അത്രേ ഉള്ളൂ. ബാക്കി എല്ലാം നല്ല സുഹൃത്തുക്കളാണ്. ചിലയിടത്തായിരിക്കുമല്ലോ നമ്മൾ കുറച്ചുകൂടെ നമുക്ക് ഭയങ്കര നമുക്ക് കരയാമെന്നോ ഉള്ള അവരുടെ അടുത്ത് ഞാൻ സറണ്ടർ ആവാറുണ്ട്. ബിക്കോസ് ദേ ഷോ ദാറ്റ് ഇമ്മൻസ് ലവ്. അങ്ങനെ അല്ലാതെ നമ്മളിങ്ങനെ ജയിക്കാൻ വേണ്ടി അവിടെ നിൽക്കാറൊന്നുമില്ല. ബട്ട് എൻ്റെ അടുത്ത് നിനക്ക് പറ്റില്ല, അല്ലെങ്കിൽ എന്നെ മാക്സിമം ഒഴിവാക്കാൻ അല്ലെങ്കിൽ സൈഡ് ലൈൻ ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ കൂടുതൽ കുറച്ച് എന്ന് പറയുന്നത് കുറച്ച് ബാലിസ്റ്റിക് ആവാറാണ് പതിവ്. എനിക്ക് ഒന്ന് രണ്ട് കുഞ്ഞു ചോദ്യങ്ങളാണ്. അതായത് ചേട്ടനെ പറ്റി ചേട്ടൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു റൂമർ. അതിപ്പം ചിലപ്പോ ഓസ്കർ കിട്ടി അല്ലെങ്കിൽ നാഷണൽ റൂമർ അല്ല, നല്ല കാര്യം ചേട്ടൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ആഗ്രഹിക്കുന്ന കാര്യം മലയാള സിനിമയിൽ അയാൾ ഒരു ഇന്നോവേറ്റബിൾ ആളാണെന്ന് ചന്തുനാഥ് മലയാള സിനിമയിൽ ഉണ്ടാവണം. പിന്നെ എപ്പോഴെങ്കിലും അയാൾ വൺ ഓഫ് ദ പില്ലേഴ്സ് ആയിരുന്നു എന്ന് പറയണം. ഇപ്പം പഠിച്ചത് വേറെ കോഴ്സാണ്, അതുപോലെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതും സാറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും. അതിലെ ഒരു കാര്യം ഫിലിം ഫീൽഡിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഇന്ററാക്ഷൻ വിത്ത് കമ്മ്യൂണിക്കേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ദ ഫിലോസഫി, ഐ മീൻ സൈക്കോളജി ഓഫ് പീപ്പിൾ. അത്രയും പിള്ളേരെ നമ്മൾ ഇത് എഴുതുമ്പോഴത്തേക്കും നമുക്കൊരു വലിയൊരു ക്രൗഡ് അല്ലേ, ആളുകളെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ശരി. പക്ഷെ നമ്മൾ കൂടുതൽ ജഡ്ജ്മെന്റ് ലാവറാണ് പറഞ്ഞത്. നമ്മളെടുത്ത് ജഡ്ജ്മെന്റ് ലാവല കൂടുതൽ സംഭവിക്കുന്നത്. നമ്മുടെ കണ്ണാടിയെ, നമ്മുടെ സ്പെക്സിനെ, നമ്മുടെ ഷർട്ടിനെ, നമ്മുടെ മുണ്ടിനെ, നമ്മുടെ നടത്തത്തെ, നമ്മുടെ ചെസ്റ്റ് ഉയർത്തി കിടക്കുന്നതിനെ, ഇങ്ങനത്തെ സില്ലി ജഡ്ജ്മെന്റ്സ് ആണ് കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതല്ലാതെ that person comes and sits with me for 10 minutes, I know they will love. അതാണ് നമുക്ക് പഠിപ്പിക്കുന്നത് കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, എന്നാ ഇനി നമുക്കൊരു കുഞ്ഞു ഗെയിം ആയാലോ? ഗെയിം എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ഗെയിമാ. ചേട്ടൻ ഇംഗ്ലീഷ് സാറല്ലേ? ഇംഗ്ലീഷ് പരിപാടി ഒന്നും ഇപ്പൊ ഇല്ല. ഞാൻ ആ പരിപാടിയിലേ ഇല്ല. സ്പെൽ ചെക്ക് അല്ല, ഞാൻ പറയാം മലയാളത്തിലൊരു പാട്ട് ഇംഗ്ലീഷിലേക്ക് ഞാൻ പൊട്ട ഇംഗ്ലീഷ്, എനിക്ക് അത്ര വലിയ ഞാൻ പൊട്ട ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇതിന് നോട്ട് എടുത്തിരുന്ന പാട്ട് ഏതാന്ന് ചേട്ടൻ പറഞ്ഞാൽ മതി. ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇതിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ എടുക്കുന്നു, വായിക്കുന്നു, എന്നിട്ട് ഏതാന്ന് കണ്ടുപിടിക്കുന്നു. പ്ലീസ് ഡ്രോ ദ മൂൺ യുവർസെൽഫ്. മൂൺ വരയ്ക്കാൻ അല്ലേ? ഡ്രോ. ഇത് പൊട്ട ഇംഗ്ലീഷ് ആണ്, അങ്ങനെ ചിന്തിക്കണേ. Gold bell cloud, come and spread your sweet love. Give me some time. ഇനി അങ്ങനെ please draw the moon yourself. yourself സ്വയം അല്ലേ? സ്വയം ചന്ദ്രന് സ്വയം വര ചന്ദ്രിക. ഓക്കേ, സ്വർണ്ണമണി മേഘവലേ ഓക്കേ, അടുത്തത് ഒന്ന് പോരാ, ഇൻട്രസ്റ്റിംഗ് അല്ലേ? Lightning bangle wearing, rainbow swing
ലാഡിയ അത് മലയും കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് സിംഗിലാടി സിംഗിലാടി. മാരി മാരി അതും എനിക്ക് മലയാളത്തിൽ മാരി ബ്ലാക്ക് ക്ലൗഡ് പേഴ്സൺ കം. അത് ഇച്ചിരി ഇച്ചിരി പാടല്ലേ, ഇച്ചിരി പാടാന്നല്ല, അത് ഞാൻ മലയാളം കൂടെ മിക്സ് ആയതുകൊണ്ട്. ലൈറ്റ്നിങ് ബാംഗിൾ വെയറിംഗ് ടിക് ടിക് എണ്ണം തുടങ്ങണം ഞാൻ. ബ്ലാക്ക് ക്ലൗഡ് പേഴ്സൺ കം. എനിക്ക് നല്ല പരിചയം തോന്നുന്നു. ലൈറ്റ്നിങ് ബാംഗിൾ വെയറിംഗ്. ആ വളനെ നേരിട്ട് പറയാതെ കൈവളാന്നും പറയാം. മിന്നൽ കൈവള ചാർ കറക്റ്റ്. മഴവില്ലുകാരാടി അത് മാരി എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മാരിന്ന് തന്നെ ഇടാന്ന്. മാരീസ് മഴ, മാരി മാരി ഓ ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല കേട്ടോ. മാരി ബ്ലാക്ക്, മാരി കാർമുകിൽ, മഴയുടെ കാർമുകിൽ. ഒരെണ്ണോട്ട് എടുക്കാൻ തോന്നുന്നുണ്ടോ? കണ്ടോ, ഇൻട്രസ്റ്റിംഗ് ആയി. ഇൻട്രസ്റ്റിംഗ് തീരുമല്ലോ ഭഗവാൻ. But this is one of the nicest games I have ever given. Eye to eye. Kannum kannum. Eye to eye? Between each other. No, kannum kannum. Stories will be exchanged, my love. കണ്ണും കണ്ണും നോക്കി കഥ കൈമാറുന്നതാണോ? അത് പാട്ടാക്ക്. എന്താ ട്യൂൺ എന്താ? കണ്ണും കണ്ണും. ഓ തമ്മിൽ തമ്മിൽ, അതാണ് ഈച്ച് അതർ. കഥകൾ കൈമാറും അനുരാഗം. അനുരാഗം മൈലവ് എന്ന് എഴുതി വെച്ചല്ലേ? അതാ പറഞ്ഞേ, എന്റെ സ്നേഹം, എന്റെ പ്രേമമായി. ഓക്കെ, ഏതായാലും നമ്മള് വൈൻഡപ്പിലേക്ക് കടക്കാണ്. ശുക്രനെ പറ്റി ചേട്ടൻ എന്താണ് പറയാനുള്ളത്? സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോഴത്തേനും ഒക്കെ. ശുക്രൻ ഒരു ഫാമിലി എന്റർടൈനർ ആണ്. നിങ്ങള് ഒരു കൊമേഴ്ഷ്യൽ സിനിമ കാണുന്ന എല്ലാ ആസ്പെക്ട്സും അതിനകത്തുണ്ട്. ആൻഡ് വൺ മോർ തിങ് മസ്റ്റായിട്ട് പറയേണ്ട കാര്യം, ഇതൊരു വലിയൊരു ഗ്രൂപ്പിന്റെ എഫേർട്ടാണ്. ഇതിൽ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ജിമോൻ സാറാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. ബട്ട് ഇതിന്റെ അനിക്കുട്ടൻ എന്ന് പറയുന്ന കൺട്രോളർ തൊട്ട് ഏത് അവസാനം നിൽക്കുന്ന ആർട്ടിസ്റ്റ് വരെ ഇതിനകത്ത് വളരെ ആത്മാർത്ഥമായിട്ട് അതിനകത്ത് പണിയെടുത്തിരിക്കുന്നത്. അപ്പം ഇതൊരു യൂഷ്വലി ഒരു പ്രൊഡക്ഷൻ വന്ന് സിനിമ സ്ക്രിപ്റ്റ് എടുത്തു, അത് ചെയ്തിട്ട് പോയി, അതല്ല. ഇതിന്റെ സ്ക്രാച്ച് തൊട്ട് they have spent really lot of money in this movie just because they trust the movie. രാഹുൽ കല്യാണം എന്ന് പറയുന്ന ഒരു ബ്രില്യൻറ്റ് റൈറ്ററാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് സ്ക്രിപ്റ്റ്സ് ഞാൻ അല്ലാതെ എന്റെ പേഴ്സണൽ ഇരുന്ന് വായിച്ചിട്ടുണ്ട്. പുള്ളി എഴുതി മാറ്റുന്ന ഒരാളാണ് സ്ക്രിപ്റ്റ്. നിങ്ങളുടെ ഒരു 50 കോടി പടം ഉണ്ടെന്ന് വെച്ചാൽ അയാളിലുണ്ട്. സോ എനിക്കൊന്ന് ശുക്രൻ അങ്ങേർക്ക് അദ്ദേഹത്തിന് ഒരു വളരെ വലിയ ബ്രേക്ക് ആവുമെന്ന് വിചാരിക്കുന്നത്. ആൻഡ് ബിബിൻ ജോർജ്, ഷൈൻ, ഇങ്ങനെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സിനിമയാണ്. ബിബിന്റെ ഒക്കെ ഒരു എന്താ പറയുന്ന കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ള സിനിമ. ഇതിലെ ഷൈൻ ടോം ചേട്ടനെ പറ്റി ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചത്. പൊതുവെ നമ്മള് വീഡിയോസിലൊക്കെ കാണുന്ന പോലെയാണോ ആള്? എങ്ങനെയുണ്ട് ആള്? എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. അബ്സല്യൂട്ട് പ്രൊഫഷണൽ. അതിന്റെ ഇടയ്ക്ക് പുള്ളി എല്ലാം ഫോൺ ഇങ്ങനെ കറക്കുമായിരിക്കും, എന്റെ അടുത്ത് വരും പറയും, എന്നെ കളിയാക്കും, നമ്മൾ അങ്ങോട്ടും കളിയാക്കും. ബട്ട് റോൾ ക്യാമറ ആക്ഷൻ ഈസ് പെർഫെക്റ്റ് ആണ്. എനിക്കൊന്ന് ആ സിനിമയിലാണ് ഞാൻ അവസാനമായിട്ട് ഷൈൻ ചേട്ടൻ അച്ഛനെ കാണുന്നത്. വളരെ അതിനുശേഷം നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. അതുപോലെ സങ്കടമുള്ള ഒരു കാര്യം. ഇതിന്റെ അകത്ത് വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ഒരു ഡാൻസ് സീക്വൻസ്, എന്റെ ഡാൻസ് നമ്പർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു വളരെ പിവട്ടൽ ഒരു സീൻ ഉണ്ടെന്ന്. അത് ഷൂട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പുള്ളി കൊളാപ്സ് ആയി. പുള്ളിക്ക് യൂറിനി കൂടെ ബ്ലഡ് ഒക്കെ പോയി. അതല്ല, പുള്ളി ഒരു വലിയ അസുഖം ഉണ്ടായിരുന്ന ആളാണ്. ഹോൾഡ് ചെയ്തുകൊണ്ട് ചെയ്തു. പിന്നെ അത് ഭയങ്കര പ്രൊസീജിയർ കൂടെ കൊണ്ടുവന്നു, ഒരുപാട് പൈസ. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് ഇനി എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥ വന്നിട്ട് ഗോഡ്സ് ഗ്രേസ് പുള്ളി came back to life. അങ്ങനെ ഒരുപാട് മൊമെന്റ്സ്, നമുക്ക് ഒരുപാട് ഇതുണ്ടായിരുന്ന ഒരു മൂവിയാണ്. ഏതായാലും പറഞ്ഞ പോലെ തന്നെ ശുക്രൻ എല്ലാവരുടെയും ജീവിതത്തിൽ ശുക്രൻ ഉദിക്കുന്ന ഒരു സിനിമ തന്നെ ആവട്ടെ, നല്ല വിജയകരമാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. It was a nice interview. Thank you.